നമസ്കാരം. നിയമസഭയിലെ ഇന്നത്തെ രംഗങ്ങൾ കണ്ടാൽ സതീശന്റെ സ്ക്രിപ്റ്റ് പാളിപ്പോയി എന്ന് വേണം പറയാൻ. അതായത് സതീശൻ ഉദ്ദേശിച്ചത് രാവിലെ തന്നെ സഭാ നടപടികളുമായിട്ട് ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം സഭാ നടപടികൾ തുടരാൻ അനുവദിക്കാതെ നമ്മൾ ബഹളം വെച്ച് മുഴുവൻ അലങ്കോലപ്പെടുത്തുക, അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ നികുതിപ്പണം ഒപ്പിട്ടത് പോക്കറ്റ് ഇരിക്കുകയല്ലേ, നമുക്ക് നേരെ കോഫി ഹൗസിൽ പോയി ചായയും കുടിച്ച് നമ്മുടേതായിട്ടുള്ള പരിപാടികൾക്ക് പോകാം, ഇതാണ് കരുതിയത്. പക്ഷേ ഈ ഫ്ലോപ്പായി പോയി എന്ന് പറഞ്ഞാൽ അവിടെ നിർത്താനായിട്ട് തയ്യാറായില്ല. സഭാ സമ്മേളനങ്ങൾ കുറച്ച് സമയം കൂടി ഭരണപക്ഷക്കാർ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് ഇവർ അവിടെ ഇരുന്ന് ശരണം വിളിച്ചത് മുഴുവൻ ഒടുവിൽ ആരൊക്കെ ഏറ്റെടുത്തു, ആ ശരണം വിളി ഒരു വലിയ അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ട് സഭയിൽ ചിത്രത്തിലില്ലാതിരുന്ന് പ്രതിപക്ഷത്തിന്റെ ഓഡിയോയുടെ പിൻബലത്തോടുകൂടി ഭരണപക്ഷക്കാർ അങ്ങ് ആറാടുകയായിരുന്നു. അതായത് ഈ സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട് സഭയിൽ പല പല പ്രതികരണങ്ങൾ വന്നുപോയി. അതിലാദ്യം കയറി വി ശിവൻകുട്ടിയാണ് പൊങ്കാലയിട്ട് തുടക്കം കുറിച്ചത്. സർ, സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സർ, സ്വർണം കെട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. ഞാൻ വിളിച്ചുതരാം. സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സാർ, ഇവിടെ മുഴുവൻ സ്വർണം കെട്ടത് ആരാണെന്നല്ലോ സാർ. സാർ, സോണിയാഗാന്ധിയെ സംബന്ധിച്ചിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ അവര്. സോണിയാഗാന്ധി 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ സാർ. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീടുണ്ട് സാർ. സാർ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണമുണ്ട്. സ്വർണം സാർ, സോണിയാഗാന്ധിയെ പറ്റി എന്താ പറയാത്തത്? സോണിയാഗാന്ധിയെ പറ്റി പറ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം പോയില്ലേ? അവിടെ കയ്യിൽ കെട്ടിക്കൊടുത്തില്ലേ സ്വർണം? ആ സ്വർണം എവിടുത്തെ സ്വർണം? സോണിയാഗാന്ധിയെ പറ്റി പറ. കോൺഗ്രസ് നേതാക്കളെ പറ്റി പറ. സാർ, തീർന്നില്ല സാർ, വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിനാ 2 പ്രാവശ്യം തന്ത്രി പോയത്? എന്തിനാ പോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? ആരാ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? ആരാ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? മറുപടി പറ. എന്തിനു വേണ്ടി സോണിയാഗാന്ധിയുടെ അടുത്ത് പോയി? അതും വിളിക്കൂ. സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിനു കൊണ്ടുപോയി? സോണിയാഗാന്ധിക്ക് ഇതിനുള്ള പങ്ക്. സാർ, സോണിയാഗാന്ധിയുടെ കയ്യിൽ സ്വർണം കെട്ടിക്കൊടുത്തു. ശ്രീ പി ടി റഹീം. സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. അതായത് ശിവൻകുട്ടി ഈ ശരണം വിളിച്ചു കൊടുക്കുന്നു, ഭരണപക്ഷക്കാർ ഏറ്റുവിളിക്കുന്നു. ആ രീതിയിൽ ശരണം വിളിച്ച് സോണിയാഗാന്ധിയുടെ പേരുകൾ ആവർത്തിച്ച് പറഞ്ഞ് സഭാരേഖകളിലേക്ക് സോണിയാഗാന്ധി സ്വർണം കെട്ട വ്യക്തിയാണെന്ന് ചരിത്രമാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഈ കോൺഗ്രസ്സുകാർ ഇന്ന് നടത്തിയ ഒരൊറ്റ സമരത്തോടുകൂടി സോണിയാഗാന്ധിയാണ് കേരള നിയമസഭാ ചരിത്രപ്രകാരം ഈ സ്വർണം കെട്ടതിന് പ്രധാന കണ്ണി, അല്ലെങ്കിൽ സ്വർണം കെട്ടവരെല്ലാം കൂടി അടിഞ്ഞ ഇടം അത് സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയാണ് എന്നുള്ള രേഖ നിയമസഭയിൽ വരാൻ കാരണമായി എന്നുള്ളൊരു ഗുണം ഇന്നത്തെ ഇവരുടെ ആ തന്ത്രം പാളിപ്പോയ സാഹചര്യത്തിൽ ഉണ്ടായ ഒരു വലിയ ഗുണമാണ്. എന്നിട്ട് അവിടെ നിർത്തിയോ? അവിടെയും നിർത്തിയില്ല. പിന്നീട് വന്നത് വീണ ജോർജ് ആയിരുന്നു. കാര്യമായിട്ട് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് 4 ചോദ്യം. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശരണം വിളിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതറിയാതെ വിഴുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്കുള്ള ചോദ്യങ്ങളാണ് വീണ ജോർജ് ഉന്നയിച്ചത്. സർ, കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകന് മുന്നിൽ സോണിയാഗാന്ധിയുടെ വസതിയുടെ ഗേറ്റ് തുറക്കപ്പെടുമോ സർ? കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകയ്ക്കോ പ്രവർത്തകനോ സർ സോണിയാഗാന്ധിയുടെ വസതിക്ക് ഉള്ളിലേക്ക് പ്രവേശനമുണ്ടോ സർ?
ആരാണ് സാർ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത്? എന്തുദ്ദേശത്തിലാണ് സാർ അവിടെ കയറ്റിയത്? ആരാണ് അവിടേക്ക് കൊണ്ടുപോയത് സാർ? കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിക്കാത്ത കാര്യം എങ്ങനെ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സാധിച്ചു സാർ? ഈ ഉത്തരങ്ങൾ ഇത് ചർച്ച ചെയ്യാതെ വാസ്തവത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയത്തിലൂടെ ഈ വിഷയം കൊണ്ടുവരാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നല്ലോ സാർ. അവർക്കിത് ഉന്നയിക്കാമായിരുന്നല്ലോ സാർ. എന്തുകൊണ്ടാണ് അവർ ഉന്നയിക്കാത്തത്? അപ്പൊ അവർ ഒളിച്ചോടുകയാണ് സാർ. അവർ കുറ്റം ചെയ്തിരിക്കുന്നു, അവർ കളവ് ചെയ്തിരിക്കുന്നു സാർ. അവർ ഒളിച്ചോടുകയാണ്. ഇത് കേരളം കാണട്ടെ സാർ. ജനാധിപത്യ മര്യാദ അനുസരിച്ച് കേരളം കാണുന്നതിനും അറിയുന്നതിനും ഇക്കാര്യം ഈ നിയമസഭയിൽ ചർച്ച ചെയ്യാമായിരുന്നല്ലോ സാർ. അവരുടെ ഒളിച്ചോട്ടമാണ്. ധൈര്യമുണ്ടെങ്കിൽ കേരള നിയമസഭയിൽ ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അവകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവസരം തേടുകയാണ് സാർ ചെയ്യേണ്ടത്. അടുത്ത ഊഴം LDF കൺവീനർ TP രാമകൃഷ്ണന്റേതായിരുന്നു. അദ്ദേഹം അടിച്ച പഞ്ച് ഡയലോഗുകൾ ഓരോന്നും സതീശന്റെ നെഞ്ചത്തേക്ക് ഓരോ ആണി അടിച്ചിറക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് TP രാമകൃഷ്ണനും ഈ ശബരിമലയായിട്ടുള്ള ഉഡായ്പ് സമരത്തെ മുൻനിർത്തി വച്ച് കാച്ചിയത്. മതനിരപേക്ഷ കേരളം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെ പിണറായി വിജയൻ സർക്കാർ എടുത്ത ശക്തവും കർക്കശവുമായ നടപടികൾ UDF-നെയും BJP-യെയും പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. സ്വർണം കട്ടവനെ ശബരിമലയിൽ കയറ്റിയത് UDF ഭരണകാലത്താണ്. സ്വർണം കട്ടവനെയും വാങ്ങിയവനെയും ഒരുമിച്ച് കോൺഗ്രസിന്റെ ഏകാംഗ ഹൈക്കമാൻഡായ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തിച്ചത് MP-മാരായ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ചേർന്നാണെന്ന് വ്യക്തമാക്കിയിട്ടും കോൺഗ്രസ് പോറ്റിപ്പാട്ടും പാടി LDF സർക്കാരിനെ അധിക്ഷേപിച്ച് നടക്കുകയാണ്. വിശ്വാസവും മതവും ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന UDF BJP വ്യാമോഹം വിലപ്പോകില്ല. മതന്യൂനപക്ഷങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും സംഘപരിവാറുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് മറച്ചുപിടിക്കാനും LDF-ന് BJP ബന്ധമെന്ന നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുകയാണ് UDF. പോക്കറ്റടിക്കാരൻ വഴിയെ പോകുന്നവനെ കള്ളനെന്ന് വിളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ പ്രതിപക്ഷം കള്ളം വിളിച്ചു പോകുന്നു. ഇതും കഴിഞ്ഞ ഉടനെ സ്പീക്കറുടെ വക. സ്പീക്കർ ചോദിച്ച ചോദ്യത്തിന് ഉണ്ട വിഴുങ്ങിയതുപോലെയാണ് പ്രതിപക്ഷം വരുന്നത്. അതായത് 17 അടിയന്തര പ്രമേയങ്ങൾ ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ, അതായത് 15ാം നിയമസഭയുടെ ഈ സമ്മേളനങ്ങളിൽ എല്ലാത്തിലും കൂടി 17 അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്ന് റെക്കോർഡിട്ടു. നിങ്ങൾക്ക് എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല? അപ്പൊ പിന്നെ വേറൊന്നുമില്ല, എന്ത് വേണം പറയാൻ? ഉത്തരം മുട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? കൊഞ്ഞണം കുത്തണം. അതായിരുന്നു അവിടത്തെയും അവസ്ഥ. പ്ലീസ് അവിടെ ഇരിക്ക്. ചെയർ ഒരു കാര്യം സംസാരിക്കണ്ട. ചെയർ പറയാ കേൾക്ക്. പ്ലീസ് അവിടെ ഇരിക്ക്. അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. നിങ്ങൾ അവിടെ ഇരിക്ക്. പ്ലീസ് അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. യെസ്, നിങ്ങൾ അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. യെസ് പറയാം. മുഖം മറക്കല്ല അൽദോസ്, മുഖം മറക്കല്ല, ശരിയല്ല. യെസ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ചരിത്രത്തിൽ 1 മുതൽ 15 വരെ എടുത്താൽ അതിൽ 15ാമത്, പ്ലീസ് ഒരു കാര്യം പറയാ കേൾക്കണം. 1 മുതൽ 15 വരെയുള്ള കേരള നിയമസഭയിൽ 17 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത സഭയാണിത്. ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറുമാണ്. ഇത് ഒരു തരത്തിലും ഒരു നോട്ടീസ് പോലും നൽകാതെ ഇങ്ങനെ ഫ്ലോർ റെക്കസാക്കുന്ന രീതി ശരിയല്ല. എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ശരിയായ രീതിയല്ല. യെസ് പ്ലീസ് LOP അവർ അങ്ങോട്ടേക്ക് പ്ലീസ് ഒരു നോട്ടീസ് പോലും നൽകാതെ ഫ്ലോർ റെക്കസാക്കുന്ന രീതി ശരിയല്ല. അതേ പറയുന്നുള്ളൂ. ഇതൊരു ഉദാത്തമായ മാതൃകയല്ല. ഇത് പാർലമെന്ററി ഡെമോക്രസിയിൽ പഠിപ്പിക്കേണ്ട മാതൃകയോ അനുകരിക്കേണ്ട മാതൃകയല്ല. അതേ പറയുന്നുള്ളൂ. 17 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത സഭയാണ്. സ്പീക്കറും കാര്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് മുഖ്യമന്ത്രി എണീറ്റ് ഇനി ഈ കച്ചവടം വേണ്ട, നാളെ ഇനിയിപ്പോൾ സഭയുണ്ട്, ഇന്നിപ്പോൾ സതീശന് 10,000 കിട്ടി, നാളെയും 10,000 വായിച്ചോണ്ട് അങ്ങനെ പോണ്ട, ഇനി സഭാ സമ്മേളനം തിങ്കളാഴ്ചത്തേക്ക് മതിയോ എന്ന് ചോദിച്ചപ്പോൾ സ്പീക്കർ അല്ല ചൊവ്വാഴ്ചത്തേക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ ശരി ചൊവ്വാഴ്ച. അപ്പോൾ സതീശനെ സംബന്ധിക്കുന്നിടത്തോളം പണിയെടുക്കാതെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാതെ 20,000 കിട്ടാനുള്ളത് മുഖ്യമന്ത്രി തെറിപ്പിച്ചു. അങ്ങനെ ഞണ്ണിക്കൊണ്ട് പോണ്ട, ആ പണം അവിടെ ഖജനാവിൽ കിടക്കട്ടെ എന്ന രീതിയിൽ ഇനി ഇവർക്ക് അത്യാവശ്യങ്ങളൊക്കെ തീർന്നിട്ട് ചൊവ്വാഴ്ച സഭാ സമ്മേളനം വെച്ചാൽ മതി, അതുവരെ മാധ്യമങ്ങളുമായിട്ടുള്ള വാർത്താ കച്ചവടം അവിടെ നിൽക്കട്ടെ എന്ന രീതിയിൽ മുഖ്യമന്ത്രി നിലപാടെടുത്തതോടുകൂടി ഇവരുടെ ഇന്നത്തെ തരികിട നാടകം അപ്പാടെ പൊഴിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നാളത്തെ സഭ കേൾക്ക് മുഖ്യമന്ത്രി എന്തോ പറയാണ്. കേൾക്ക്
യെസ് കേൾക്ക്. സാർ ശ്രീ സിദ്ദിഖ്, CM സംസാരിക്കുന്നത് കേൾക്ക്. സാർ പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആവശ്യം എന്നാണ് തോന്നുന്നത്. എന്തോ പ്രത്യേക ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ഒഴിവാക്കി തിങ്കളാഴ്ച ചേരുന്നതായിരിക്കും നല്ലത്. ബഹുമാനപ്പെട്ട CM തിങ്കളാഴ്ച, ബഹുമാനപ്പെട്ട CM ചൊവ്വാഴ്ച ഒന്ന് മാറ്റി ക്ലാരിഫൈ ചെയ്യണം. ചൊവ്വാഴ്ച ചേരുന്നതായിരിക്കും നല്ലത്. യെസ് അടിയന്തര നന്ദി പ്രമേയത്തിലുമുള്ള ചർച്ച ഇനി ചൊവ്വാഴ്ച തുടരുന്നതാണ്. ഓർഡർ സഭ 2026 ഇന്ന് സഭ ഇപ്പോൾ പിരിയുന്നതും 2026 ജനുവരി 27 വീണ്ടും ചേരുന്നതുമാണ്.